ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉത്കൃതനം ദിവസം 3 അല്ലേ, ഇൻറ്റഗ്രേഷൻ ഡേ 3 ആണ് എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഒന്ന് നോക്കാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. കൂട്ടുകാർ നോക്കിക്കേ, ചിത്രത്തിൽ ഒരുപാട് വാഹനങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? കാറ്, ലോറി, ആംബുലൻസ്, ബസ്, തോണി, വിമാനം, കാളവണ്ടി, അതുപോലെ തീവണ്ടി, പിന്നെ ഫയർ എൻജിൻ, സൈക്കിൾ, സ്കൂട്ടർ എന്ന് തുടങ്ങി ഒരുപാട് വണ്ടികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം മക്കൾ ഇവിടെ വാഹനങ്ങളെ തരംതിരിക്കണം കേട്ടോ. അതായത് യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളെന്നും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളും എന്നുള്ള രീതിയിലാണ് തരംതിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ യാത്രയ്ക്ക് ഏതൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട്? കാറ് നമ്മൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. വിമാനം, തീവണ്ടി, അതുപോലെ തന്നെ തോണി, ബസ്, ഓട്ടോറിക്ഷ, സൈക്കിൾ, അതുപോലെ സ്കൂട്ടർ അല്ലേ. ഇത്രയും വാഹനങ്ങളൊക്കെ എന്തിനു ഉപയോഗിക്കുന്നതാണ്? നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെ വാഹനങ്ങളുണ്ട് ചിത്രത്തിൽ? നമ്മുടെ ആംബുലൻസ്, അതുപോലെ തന്നെ ലോറി, ഫയർ എൻജിൻ, ഉന്തുവണ്ടി ഒക്കെ എന്താണ് മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് എക്സാമിന് ചോദ്യങ്ങൾ വരാം. ഓക്കെ മക്കളെ, അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം ഈസി ആയിരുന്നോ? ഈസി ആയിരുന്നെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. നോക്കിക്കേ മക്കളെ, കളിപ്പാട്ട കടയിലേക്ക് വാങ്ങിയ സാധനങ്ങൾ. നോക്കിക്കേ, കളിപ്പാട്ട കടയിലേക്ക് വാങ്ങിയിട്ടുള്ള കുറേ കളിപ്പാട്ടങ്ങളുടെ പേരും അവയുടെ വിലയും അതുപോലെ തന്നെ എത്ര എണ്ണമാണ് എന്നുള്ളതും നമുക്ക് അവിടെ ടേബിളിൽ തന്നിട്ടുണ്ട് അല്ലേ. മക്കൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഓരോന്നിൻ്റെയും ആകെ വിലയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ കളിപ്പാട്ടം ഏതാണ്? പമ്പരമാണ് അല്ലേ. പമ്പരത്തിന് എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത്? 5 രൂപയാണ്. എത്ര എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്? 4 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രിയാരൂപമാണ് അവിടെ എഴുതേണ്ടത്. എന്താണ് എഴുതേണ്ടത്? ആകെ വില കണ്ടെത്താൻ 5 ഗുണിക്കണം 4 ചെയ്യേണ്ടത് അല്ലേ. അപ്പം മക്കൾ ആ കോളത്തിൽ 5 ഗുണിക്കണം 4 എന്ന് എഴുതണം. എന്നിട്ട് നമുക്ക് ആകെ എത്രയായിരിക്കും മക്കളെ വില കിട്ടുക? 5 ഗുണിക്കണം 4 എത്രയാണ്? 20 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്ത് നോക്കിക്കേ, പി പിയുടെ വില എത്രയാണ്? 10 രൂപയാണ്. എത്ര എണ്ണമാണ് വാങ്ങിയത്? 3 എണ്ണമാണ് വാങ്ങിയത് അല്ലേ. അപ്പം നമ്മൾ ക്രിയാരൂപം എന്ത് എഴുതണം? 10 ഗുണിക്കണം 3 എന്ന് വേണം എഴുതാനായിട്ട്. ആകെ എത്ര രൂപയായിരിക്കും മക്കളെ? 10 × 3 13 ആണ് അല്ലേ. 30 എന്ന് കിട്ടും. അടുത്ത നോക്കിക്കേ, ബലൂൺ വാങ്ങിയത് 2 എണ്ണമാണ്. വില 2 എണ്ണമാണ്. വാങ്ങിയ എണ്ണം 6 എണ്ണമാണ്. എങ്കിൽ ക്രിയാരൂപം എത്രയാണ് മക്കളെ? എങ്ങനെയാണ് എഴുതേണ്ടത്? 2 ഗുണിക്കണം 6. അപ്പോൾ ആകെ വില എത്രയായിരിക്കും മക്കളെ? 12 കിട്ടുക അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ വേണം മക്കൾ തന്നിട്ടുള്ള ആ ഒരു പട്ടിക പൂർത്തീകരിച്ച് എഴുതാനേ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടേബിൾ മക്കൾ കംപ്ലീറ്റ് ചെയ്യണേ. അവിടെ നോക്കിക്കേ, 100s എത്രയുണ്ട്, 10s എത്രയുണ്ട്, 1s എത്രയുണ്ട്, അതുപോലെ തന്നെ ടോട്ടലാണ് കാണേണ്ടത് കേട്ടോ. അതായത് 100കളും 10കളും 1കളുടെയും എണ്ണമൊക്കെ എഴുതിയിട്ട് എത്രയാണ് ടോട്ടൽ എന്നുള്ളത്, ആകെ എന്നുള്ളത് മക്കൾ എഴുതണം കേട്ടോ. അപ്പം ആദ്യം എന്താണ്? സ്ക്യുരലാണ് തന്നത് അല്ലേ. സ്ക്യുരലിന് എത്ര 100s ഉണ്ട്, എത്ര 100കളുണ്ട്? ഒരു 100ഉം 4 10കളും 2 1കളാണ് അല്ലേ. അപ്പം എത്രയാണ് മക്കളെ ആകെ വരിക? 142 ആണ് അല്ലേ. 142 എന്ന് വരും കേട്ടോ. അടുത്ത നോക്കിക്കേ മക്കളെ, എത്ര 100കളുണ്ട്? ഒരു 100ഉം 3 10കളും 9 1കളാണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും മക്കളെ? 139 എന്ന് വരും അല്ലേ. 138 വരും. അടുത്ത നോക്കിക്കേ, ഫോക്സിൻ്റെ ടോട്ടൽ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര 10s ഉണ്ടും എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ടോട്ടൽ എത്രയാണ്? 124 ആണ് അല്ലേ. 124 ആണ് അല്ലേ. അപ്പോൾ അതിൽ എത്ര 100s ഉണ്ട് മക്കളെ? എത്ര 100കളുണ്ട്? ഒരു 100ഉം 2 10ഉം 4 1കളുമാണ് അല്ലേ. അടുത്ത് നോക്കിക്കേ മക്കളെ, പാരറ്റ് നമുക്ക് ടോട്ടൽ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. 103 ആണ്. 103 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്ര 100കളുണ്ട് മക്കളെ? ഒരു 100 അല്ലേ. എത്ര 10കളുണ്ട്? 10കളുണ്ടോ? 10കളില്ല അല്ലേ. അടുത്തത് എത്ര 1കളുണ്ട്? 3 1കളാണുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അതിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ,
ഹൂ ബ്രോട്ട് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് സ്ട്രോസ്? ഏറ്റവും കൂടുതൽ സ്ട്രോ ആരടുത്താണുള്ളത് മക്കളെ? ആരടുത്താണ്? നമുക്ക് ഏറ്റവും വലിയ സംഖ്യ ഏതാണ് കിട്ടിയത്? 142 അപ്പോൾ അവിടെ മക്കൾ സ്ക്യൂരൽ എന്ന് എഴുതണം കേട്ടോ. അടുത്ത് നോക്കിക്കേ, റൈറ്റ് ദി നമ്പർ ഓഫ് സ്ട്രോസ് ഇൻ ദി ഡിസെൻഡിങ് ഓർഡർ. നമുക്ക് അവിടെ ടോട്ടലായിട്ട് നമ്പർ കിട്ടിയില്ലേ? അത് സ്ട്രോകളുടെ എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആ എണ്ണത്തെ ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതേണ്ടത്. ആദ്യം മക്കൾ ഏറ്റവും വലുത് എഴുതണം, പിന്നെ അതിനേക്കാൾ ചെറുത് കേട്ടോ. അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് സംഖ്യകൾ എന്ത് ചെയ്യുക മക്കളൊന്ന് എഴുതി നോക്കണേ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അവിടെ ഒരു ചിത്രം കണ്ടോ? എന്താണ്? ഒരു പുഴയിൽ ഇറക്കിയിട്ട് ഒരു പശുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ മക്കളടുത്ത് ചോദിച്ച ചോദ്യം ഇതാണ്, ഇതുപോലെ ജലം മലിനമാകുന്ന 4 സന്ദർഭങ്ങൾ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം നമുക്ക് അവിടെ ചിത്രത്തിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? ജലസ്രോതസ്സുകളിൽ ഇറക്കിയിട്ട് കന്നുകാലികൾ പോലുള്ള ജീവികളെ കുളിപ്പിക്കുന്ന സമയത്ത് എന്താവും? ജലം മലിനമാകുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്ന സമയത്ത് അല്ലേ, പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയുന്ന സമയത്ത് എന്താവുന്നുണ്ട്? വെള്ളം മലിനമാകുന്നുണ്ട്. അതുപോലെ തന്നെ കാറുകൾ, ബസ്സുകൾ തുടങ്ങിയ വാഹനങ്ങളും ഇത്തരത്തിൽ പുഴയിലും മറ്റും ഇറക്കി അത് കഴുകുന്ന സമയത്തും എന്താവുന്നുണ്ട് മക്കളെ? വെള്ളം മലിനമാകുന്നുണ്ട് അല്ലേ? അപ്പം ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക മക്കളെ? ഏതൊക്കെ സാഹചര്യത്തിലാണ് ജലസ്രോതസ്സുകൾ മലിനമാകുന്നത് എന്നുള്ളത് അവിടെ എഴുതുക കേട്ടോ. 4 കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ കൂട്ടുകാരെ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ. ഇനി ഇതുപോലെ തന്നെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ക്ലാസ് കൂടി നമ്മുടെ ചാനലിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നാളത്തെ എക്സാമിന് പോകുന്നതിന് മുന്നേയായിട്ട് നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടി തയ്യാറാവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.